ഈ മേപ്പാടിയിലും കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന്റെ ഭാഗത്താണ്. സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിലെ ക്യാമ്പിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ നമുക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ തന്നെ പരിശോധനയ്ക്ക് ശേഷമേ ആളുകളെ അകത്തേക്ക് വിടുന്നുള്ളൂ. വളരെ കുറച്ചു പേർക്ക് മാത്രമേ പാസ് നൽകിയിട്ടുള്ളൂ. ഇവിടുത്തെ പ്രധാന ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. പക്ഷേ അവിടുത്തെ സൗകര്യക്കുറവ്, അവിടെ പ്രധാനമന്ത്രിക്ക് സന്ദർശിക്കാനുള്ള ഒരു സൗകര്യക്കുറവും സുരക്ഷാ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഗേൾസിലെ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി വരുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, എനിക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ആകാശമാർഗമുള്ള ഈ ആകാശ ദൃശ്യ പരിശോധനയ്ക്ക് എത്തുന്നില്ല. അതായത് ഹെലികോപ്റ്റർ നേരെ SKMJ ഹൈസ്കൂൾ ഹെലിപ്പാഡിലായിരിക്കും ഇറങ്ങുക. അവിടെ നിന്ന് റോഡ് മാർഗമാണ് മറ്റുള്ള യാത്രകളെല്ലാം എന്നാണ് പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. അതായത് SKMJ ഹൈസ്കൂളിൽ ഇറങ്ങി നേരെ മേപ്പാടി ഭാഗത്തേക്ക് റോഡ് മാർഗം വരും. അത് കഴിഞ്ഞ് അദ്ദേഹം ചൂരൽമലയിലേക്ക് പോകും. ചൂരൽമലയ്ക്കുള്ള റോഡ് തന്നെ ഇപ്പോൾ തന്നെ ക്ലോസ്ഡ് ആണ്. അവിടെ പോലീസ് കർശന സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. മേപ്പാടിയിൽ നിന്ന് ചൂരൽമല ഭാഗത്തേക്ക് തന്നെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ആ ഭാഗത്തേക്കായിരിക്കും അദ്ദേഹം ആദ്യം പോവുക. ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം തിരിച്ച് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സെന്റ് ജോസഫ്സ് ഗേൾസ് HSSലെ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെ ദുരന്തബാധിതരുമായി ആശയവിനിമയം നടത്തും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ ആ പോലീസ് വാഹനം പോകുന്ന അങ്ങോട്ട്, അതായത് ക്യാമ്പിൽ നിന്ന് നമ്മൾ നിൽക്കുന്നതിന്റെ എതിർ ദിശയിലേക്കാണ് പ്രധാനമന്ത്രി സഞ്ചരിക്കുക. അവിടെയാണ് വിംസ് ആശുപത്രി ഉള്ളത്. വിംസ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുമായി അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം തിരിച്ച് റോഡ് മാർഗം കൽപ്പറ്റയിലെത്തി ഭാഗത്ത് കലക്ട്രേറ്റിൽ അദ്ദേഹം ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് SKMJയിലെ ഹെലിപ്പാഡിൽ നിന്ന് തന്നെ അദ്ദേഹം തിരിച്ചു പോകും. അതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഷെഡ്യൂൾ. അതായത് നേരെ ഹെലികോപ്റ്റർ ഇറങ്ങുക SKMJയിലാണ്, അവിടെ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹത്തിന്റെ യാത്രകളെല്ലാം എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ ഒരു അവസരം ഉണ്ടോ കമൽ? അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെ, എത്ര പേർ, ആ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ നമുക്കുണ്ടോ? മോത്തി, അത്തരം വിവരങ്ങളൊന്നും തന്നെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. അത്തരം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. ക്യാമ്പിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടാകും. വിംസ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശിക്കുന്ന ഫ്ലോറിൽ സ്റ്റാഫിന് പോലും പ്രവേശനമില്ല എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും SPG വ്യക്തമാക്കിയിട്ടില്ല. വിംസ് ആശുപത്രിയിൽ അടക്കം നമ്മുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവിടെ SPG എത്തി മാധ്യമപ്രവർത്തകരോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട്. മീഡിയ അലൗഡ് അല്ല, നിങ്ങൾ ഈ ആശുപത്രി പെർമിസസിൽ നിന്ന് തന്നെ പുറത്തു പോകണമെന്ന് SPG ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്പം മുമ്പ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ക്യാമ്പിന്റെ ഗേറ്റിന്റെ ഇത്രയും അടുത്താണ്. ഇവിടെ എത്ര സമയം നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഒരുപക്ഷെ സുരക്ഷാ കാരണങ്ങളാൽ നമ്മളോട് മാറാൻ ആവശ്യപ്പെട്ടേക്കാം. ഞാൻ ആ ക്യാമ്പിന്റെ ഗേറ്റിൽ പോയപ്പോൾ ദൂരദർശൻ പ്രതിനിധികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ തന്നെ അനുമതിക്കായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും കർശന സുരക്ഷയാണ് മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഭാഗത്ത് ആകെ ഒരുക്കിയിരിക്കുന്നത്.